തലൈവർ രജനികാന്തിന്റെ ബർത്ത്ഡേ 74th ബർത്ത്ഡേ ആണെന്ന്. അപ്പൊ ഒരു ബർത്ത്ഡേ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്, ചിക്കിട്ടു വൈബ് എന്ന് പറഞ്ഞിട്ട്, കൂലി സിനിമയെന്ന്. അതിന്റെ റിയാക്ഷൻ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. 74 വയസ്സായെന്നുള്ള ഒരു പ്രായം മുഖത്ത് തോന്നാത്ത ഒരു നടനാണ് രജനികാന്ത്. നമ്മൾ മലയാളത്തിൽ മമ്മൂക്കാനെ പോലെയാണ്, പ്രായം കൂടുന്തോറും എങ്ങായി വരും. ഇപ്പൊ വേട്ടയാനായാലും അതിന് മുന്നേയുള്ള ജയിലറിലൊക്കെ എന്ത് ഷൈനിങ് ആണ് മുഖം. ഉറപ്പായിട്ടും മേക്കപ്പ് സംഭവങ്ങളുണ്ട് തീർച്ചയായും, പക്ഷെ എങ്കിലും ഒരു ചെറുപ്പക്കാരുടെ അതേ പ്രസരിപ്പും ആറ്റിറ്റ്യൂഡിലൂടെ ഇപ്പോഴും അതേ വൈബിലുള്ളത്. ലോകേഷ് കനകരാജിന്റെ ഏറ്റവും പുതിയ സിനിമയാണ് കൂലി. രജനികാന്ത് നായകനായിട്ടുള്ള കൂലി 2025 പുറത്തിറങ്ങാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാല് തലൈവർ 171 എന്ന് പേരിടാൻ പോയതാണ്. കാരണം രജനികാന്ത് ലീഡ് റോളിലെത്തുന്ന 171ാമത് ചിത്രമാണ് ഇത് കൂലി. ആദ്യം ഇട്ട പേരാണ് തലൈവർ 171, പിന്നീട് കൂലി എന്നുള്ള പേരായിട്ട് മാറ്റി. അപ്പൊ ചിക്കിട്ടു വൈബിന്റെ റിയാക്ഷനിലോട്ട് പോകും. അതിനു മുന്നേ മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ തലൈവർ. അപ്പൊ നമുക്ക് നേരെ റിയാക്ഷനിലോട്ട് പോവാം. വായോ. കലാനിധി മാനപ്രസൻ. ചെറിയ വീഡിയോ ആണ്, പക്ഷെ തലൈവരെ കാണിച്ചോളൂ. ഷർട്ടൊക്കെ കൈമടക്കി ഒരു ലുക്കിൽ സ്വാഗില കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ സ്വാഗിന്റെ കാര്യത്തിൽ പിന്നെ വേറെ പുള്ളിക്കാരന് കവച്ചു വെക്കാൻ ഒരാളില്ല. ആ ലെവലാണ് സംഭവം. ആറ്റിറ്റ്യൂഡ് കിടലാണ്. എന്ത് എനർജിയാണ് കിടു. അപ്പൊ കൂലി നല്ലൊരു പടം, ലോകേഷ് കനകരാജിന്റെ ഒരു പടം വരുന്നുണ്ട് എന്നുള്ളത് തന്നെ വലിയൊരു എക്സൈറ്റ്മെന്റ് ആണ്. പിന്നെ അതിന്റെ ഇതിന്റെ മ്യൂസിക് കിടു. ഇങ്ങനത്തെ അടിച്ചുപൊളി പാട്ട് സംഭവം വരുമ്പോ അതിന്റെ ഇതിന്റെ മ്യൂസിക് വേറെ ലെവലാണ്, അത് പറയാനില്ല. ആ ഒരു മ്യൂസിക്കും ബീറ്റും സംഭവങ്ങളെല്ലാം കിടുവാണ്. അതിപ്പോ വേട്ടയാനായാലും അഞ്ചുകോറും തലയോറുള്ള ഡാൻസ് ആയാലും മനസ്സിലായോ എന്നുള്ള പാട്ടാണെങ്കിലും എല്ലാ പാട്ടും ഗംഭീരമാണ്. ഇങ്ങനത്തെ അടിച്ചുപൊളി പാട്ട് ഉണ്ടാക്കാനുള്ള പുള്ളിയുടെ ഒരു കാലിബർ അല്ലെങ്കിൽ ഒരു കഴിവ് പറഞ്ഞ വേറെ ലെവലാണ്. കിടുവായിട്ടുണ്ട് ഇതിന്റെ മ്യൂസിക്കും. ഇപ്പൊ അടുത്ത കാലത്തായി കുറച്ച് പടങ്ങൾ തലൈവറിന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ, അതായത് വേട്ടയാൻ ഇറങ്ങി, അത്രയും നന്നായിട്ടില്ല. അതിന് മുന്നേ ഇറങ്ങി ജയിലർ ഗംഭീരമായിട്ടുണ്ട്. പഴയ ഒരു രജനികാന്ത് സ്വാഗ്, ആ ഒരു അഭിനയം ഭയങ്കരമായിട്ടുള്ള അടിപൊളി പടമാണ് ജയിലർ. അതുപോലത്തെ ഒരു പടമായിരിക്കും, അല്ലെങ്കിൽ അതിലും അടിപൊളി ഒരു പടമായിരിക്കും കൂലി എന്ന് പറയാൻ പറ്റില്ല. കാരണം ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്തൊരു പടമാണ്, പറയാൻ പറ്റില്ല ഇവർ ഏത് ലെവൽ ഓഫ് പടമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അടിച്ചുപൊളി പടത്തിന് ഒരു ബെഞ്ച് മാർക്കായിട്ട് മാറുമോ പറയാൻ പറ്റില്ല. ഇവരുടെ ഒരു കോമ്പിനേഷൻ എങ്ങനെയാണ് വരാൻ പോകുന്നത് എന്തായാലും നമുക്ക് കണ്ടു നോക്കാം. എന്തായാലും ഭയങ്കര വെയിറ്റിംഗിലാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ തക്കിട്ട് വൈബ് വീഡിയോനെ കുറിച്ച് എന്താ അഭിപ്രായം? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? തലൈവർക്ക് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ടോ? എങ്ങനെയുണ്ട് ഇത്? എന്തൊക്കെയാണ് ഇതിനെ കുറിച്ചുള്ള അഭിപ്രായം? നിങ്ങളൊരു തലൈവർ ഫാനാണോ? അതും താഴെ കമന്റ് ചെയ്യണേ. അപ്പൊ അത്രയും വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ പറഞ്ഞ പോലെ ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും. റിവ്യൂ, റിയാക്ഷനോ, സോഷ്യൽ നെക്സ്റ്റ് ടൈം കാണാം. അതുവരെ ബൈ ബൈ.